അമേരിക്കയിലെ ന്യൂ മെക്സിക്കോ മരുഭൂമിയിലെ ഹൊർണാഡ ഡെൽ മുവർത്തോ എന്ന വിഭജന പ്രദേശത്ത് അന്നത്തെ ഒരു പുലരി സാധാരണത്തെ ഒരു ദിവസത്തിൻ്റേതായിരുന്നില്ല. രാവിലെ ഏതാണ്ട് 5:29 ഏതാനും സെക്കൻഡുകൾ ബാക്കിയിരിക്കെ ശാസ്ത്രജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും ശ്വാസമടക്കി പിടിച്ച് കാത്തുനിന്നു. ഏതാനും കിലോമീറ്ററുകൾക്കകലെ ഏതാണ്ട് 100 അടി ഉയരമുള്ള സ്റ്റീൽ ടവറിൻ്റെ മുകളിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള പരീക്ഷണങ്ങളിലൊന്ന് തുടക്കമിടാനിരുന്ന ഒരു ഉപകരണം സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ തൊട്ട അടുത്ത നിമിഷം തന്നെ ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു വെള്ളി വെളിച്ചം പടർന്നു പിടിച്ചു. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ മരുഭൂമിയിൽ മറ്റൊരു സൂര്യൻ ജനിച്ചതുപോലെ ഏതാനും നിമിഷങ്ങൾക്കകം ഈ തീഗോളം എന്ന് പറയുന്നത് ആകാശത്തേക്ക് ഉയർന്നു. അതിന് പിന്നാലെ ലോകം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത കൂണാകൃതിയിലുള്ള ഒരു പുകമേഘം അത് പടരുകയും ചെയ്തു. മണിക്കൂറിൽ 100 കണക്കിന് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞ ഷോക്ക് വേവ് കിലോമീറ്ററുകൾ അകലെ നിന്നവരെയും അതേപോലെ തന്നെ തൊട്ടുണർത്തി എന്നുള്ളതാണ്. അന്ന് ലോകം ആദ്യമായിട്ട് ആണവശക്തിയുടെ യഥാർത്ഥ ഒരു മുഖം കണ്ടു എന്നുള്ളതാണ്. ആ പരീക്ഷണത്തിന് നൽകിയിട്ടുള്ള ഒരു രഹസ്യ നാമം എന്ന് പറയുന്നത് ട്രിനിറ്റി എന്നായിരുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ അത് ഒരു ശാസ്ത്രീയ പരീക്ഷണം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ യുഗത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ആ നിമിഷം മുതൽ മനുഷ്യൻ പ്രകൃതിയുടെ ഏറ്റവും ആഴത്തിലുള്ള ഊർജത്തെ തൻ്റെ കൈകളിൽ എടുത്തു എന്ന് വേണം പറയാൻ. എന്നാൽ അതോടൊപ്പം തന്നെ സ്വന്തം നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയെയും സൃഷ്ടിച്ചു. ആ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ഭൗതിക ശാസ്ത്രജ്ഞൻ ജെ റോബർട്ട് ഓപ്പൺഹൈമർ പിന്നീട് ആ നിമിഷത്തെ ഓർത്തെടുത്തപ്പോൾ അദ്ദേഹം ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം മനസ്സിലേക്ക് വന്നതായിട്ട് പറഞ്ഞു: ഇപ്പോൾ ഞാൻ മരണമായി മാറിയിരിക്കുന്നു. ലോകങ്ങളെ നശിപ്പിക്കുന്നവനെ ആ വാക്കുകൾ പിന്നീട് ആണവായ യുഗത്തിൻ്റെ തന്നെ ഒരു നൈതിക പ്രതീകമായിട്ട് മാറി എന്നുള്ളതാണ്. ട്രിനിറ്റി പരീക്ഷണത്തിന് ശേഷം വെറും 3 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് ഹിരോഷിമയും നാഗസാക്കിയും ആണവ ബോംബുകളുടെ തീയിൽ വെന്തുരുകി എന്നുള്ളതാണ്. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു അങ്ങനെ. എന്നാൽ മനുഷ്യരാശിയുടെ മറ്റൊരു യുദ്ധം അപ്പോഴാണ് ആരംഭിച്ചത്. ആണവായുധങ്ങളുടെ ഭയത്തിൻ്റെ, ശക്തി സന്തുലനത്തിൻ്റെ, നൈതിക യുദ്ധങ്ങളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്ര പദ്ധതികളിലൊന്നായ മാൻഹോട്ടൻ പ്രൊജക്റ്റ് ജനിച്ചത് ശാസ്ത്രത്തിൻ്റെ കൗതുകങ്ങളിൽ നിന്നല്ല, മറിച്ച് അതൊരു ഭയത്തിൽ നിന്നാണ്. അതും ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഭയം. ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് അഡോൾഫ് ഹിറ്റ്ലർ തന്നെ 1938 ജർമ്മനിയിലെ രസതന്ത്രജ്ഞരായ ഒട്ടോ ഹാനും അതേപോലെ തന്നെ ഫ്രിറ്റ്സ് സ്ട്രാസ്മാനും യുറേനിയം അണുകേന്ദ്രത്തെ വിഭജിക്കാൻ കഴിഞ്ഞതായിട്ട് കണ്ടെത്തി. പിന്നീട് ലീസെ മെറ്റ്നറും ഓട്ടോ ഫ്രിഷും അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശദീകരണം നൽകി. ന്യൂക്ലിയർ ഫിഷൻ എന്ന ഈ കണ്ടെത്തൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചു എന്നുള്ളതാണ്. ഒരു അണുവിനെ പിളർത്തുമ്പോൾ അതിവിപുലമായിട്ടുള്ള ഊർജം പുറത്തു വരുമെന്ന് ശാസ്ത്രലോകം അന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് ഈ കണ്ടെത്തലിന് പിന്നാലെ ഒരു ചോദ്യം ഉയർന്നു എന്നുള്ളതാണ്: ഈ ഊർജം ഒരു ബോംബായി മാറ്റാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അതിനുള്ള ഉത്തരമായിരുന്നു പിന്നീട് ലോകത്തെ ഭീതിയിലാഴ്ത്തിയത്. എന്ന് വെച്ചാൽ അതേസമയം യൂറോപ്പ് ഹിറ്റ്ലറുടെ നാസി ഭരണത്തിൻ്റെ പിടിയിലായിരുന്നു എന്നുള്ളതാണ്. ജൂതരായിട്ടുള്ള നിരവധി ശാസ്ത്രജ്ഞർ ആ ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു അന്നത്തെ കാലത്ത്. ലോകത്തിലെ മികച്ച ഭൗതിക ശാസ്ത്രജ്ഞരിൽ പല ആളുകളും അമേരിക്കയിലേക്കും അതേപോലെ തന്നെ ബ്രിട്ടനിലേക്കും ഒക്കെ തന്നെ കുടിയേറി പാർത്തു. മാത്രമല്ല അവരിൽ പല ആളുകൾക്കും ഒരേ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. ജർമ്മനി ആദ്യം ആണവ ബോംബ് നിർമ്മിച്ചാൽ ലോകത്തിൻ്റെ ഭാവി എന്താകുമെന്നുള്ള ആശങ്കയായിരുന്നു അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. ഈ ആശങ്കയാണ് ലോകപ്രശസ്തനായിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനെ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് നിർബന്ധിതനാക്കിയത്. ഏതാണ്ട് 1939 ഓഗസ്റ്റ് 2 ഹംഗേറിയൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ലിയോ സിലാർഡിൻ്റെ, അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഐൻസ്റ്റീൻ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി എന്ന ന്യൂസ് ബെൽറ്റിന് ഒരു കത്തിൽ ഒപ്പുവെച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കത്തുകളിലൊന്നായിട്ട് പിന്നീട് അത് അറിയപ്പെടുകയും ചെയ്തു. കത്തിലെ സന്ദേശം വ്യക്തമായിരുന്നു. എന്ന് വെച്ചാൽ യുറേനിയത്തിൽ നിന്നുള്ള ചെയിൻ റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ബോംബുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നും
ജർമ്മനി ഇതിനായിട്ട് ശ്രമിച്ചേക്കാമെന്നും അമേരിക്ക വൈകിയാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അതിൽ മുന്നറിയിപ്പ് പോലെ നൽകിയിരുന്നു. അങ്ങനെ ഒടുവിൽ ഐൻസ്റ്റീൻ ശരിക്കും പറഞ്ഞാൽ ആണവ ബോംബ് നിർമ്മിച്ചുമില്ല, മാത്രമല്ല മൻഹാട്ടൻ പ്രൊജക്റ്റിൽ അദ്ദേഹം നേരിട്ട് പ്രവർത്തിച്ചുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒപ്പോടുകൂടിയ ആ കത്ത് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ചു. തുടക്കത്തിൽ റൂസ്വെൽറ്റ് സൂക്ഷ്മമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ചെറിയ ഗവേഷണ സംഘങ്ങളെ നിയോഗിച്ചു എന്നുള്ളതാണ് ആദ്യപടിയായിട്ട്. എന്നാൽ 1941 ഡിസംബറിൽ ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചതോട് കൂടിയിട്ട് അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അതോടെ സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും മാറി. 1942 അമേരിക്ക ചരിത്രത്തിലെ ഏറ്റവും രഹസ്യവും ഏറ്റവും ചെലവേറിയതുമായിട്ടുള്ള ശാസ്ത്രീയ സൈനിക പദ്ധതിക്ക് രൂപം നൽകി. ന്യൂയോർക്കിലെ തന്നെ മാൻഹാട്ടൻ എഞ്ചിനീയറിംഗ് ഡിസ്ട്രിക്റ്റിൻ്റെ പേരിലാണ് അതിനൊരു മാൻഹാട്ടൻ പ്രൊജക്റ്റ് എന്ന പേര് ലഭിച്ചത് തന്നെ. അമേരിക്ക, ബ്രിട്ടൻ, കാനഡ എന്നിവയുടെ സഹകരണത്തോടു കൂടിയിട്ട് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരും അതേപോലെ തന്നെ എഞ്ചിനീയർമാരും സൈനികരും അതേപോലെ തന്നെ തൊഴിലാളികളും ഒരുമിച്ച് പ്രവർത്തിച്ച ഈ പദ്ധതി ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അത്ര വലിപ്പമുള്ള ശാസ്ത്രീയ ഒരു സംരംഭമായിട്ട് വളർന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ പദ്ധതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള പല ശാസ്ത്രജ്ഞരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ആണവ യുദ്ധം സൃഷ്ടിക്കുകയായിരുന്നില്ല. ഹിറ്റ്ലർ ആദ്യം ആണവ ബോംബ് കൈവശപ്പെടുത്തുന്നത് തടയുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ചരിത്രത്തിന് പലപ്പോഴും മനുഷ്യരുടെ ഉദ്ദേശങ്ങളെക്കാൾ വലിയ പദ്ധതികളുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതൊരു ബോംബ് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി ആയിരുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ അത് ഒരു പുതിയ ശാസ്ത്ര വ്യവസായ സൈനിക സഖ്യത്തിൻ്റെ ഒരു ജനനമായിരുന്നു. അതുവരെ ഒരു രാജ്യവും ഇത്രയും വലിയ തോതിൽ ഒരു ശാസ്ത്രജ്ഞരെയും അതേപോലെ തന്നെ എഞ്ചിനീയർമാരെയും വ്യവസായ മേഖലകളെയും സൈനിക സംവിധാനങ്ങളെയും ഒരൊറ്റ ലക്ഷ്യത്തിനായിട്ട് ഏകോപിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ മൂല്യത്തിൽ ഏതാണ്ട് 100 കണക്കിന് ബില്യൺ ഡോളറിന് തുല്യമായിട്ടുള്ള ചിലവ് വരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 1,00,000-ലധികം ഗവേഷണ കേന്ദ്രങ്ങൾ തന്നെയുണ്ട്. മാത്രമല്ല പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് അറിയാവുന്ന ആളുകൾ വളരെ കുറച്ച് പേർ മാത്രമായിരുന്നു. ഈ പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ തന്നെ പരസ്പരം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ സൈന്യത്തിലെ കരുത്തനായിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ലെസ്ലി ആർ ഗ്രോസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം കർശന അച്ചടക്കവും വേഗത്തിലുള്ള തീരുമാനങ്ങളും അസാധാരണമായിട്ടുള്ള ഭരണശേഷിയുമൊക്കെയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അത്. മാത്രമല്ല അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ അതായത് പെൻറ്റഗണിൻ്റെ നിർമ്മാണം മേൽനോട്ടം വഹിച്ചതും അതിന് ശേഷമാണ് അദ്ദേഹത്തെ ഈ ഒരു പദ്ധതിയിലേക്ക് നിയോഗിച്ചത് തന്നെ. മറിച്ച് പിന്നെ മറ്റൊരാളെന്ന് പറയുന്നത് സർവകലാശാലകളിലെ ക്ലാസ് മുറികളിലും അതേപോലെ തന്നെ സിദ്ധാന്ത ഭൗതിക ശാസ്ത്രത്തിൻ്റെ ലോകത്തും ജീവിച്ചിരുന്ന ജെ റോബർട്ട് ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഉയരം കൂടിയ ശരീരമുള്ള ആളായിരുന്നു. മാത്രമല്ല മെലിഞ്ഞ ശരീരമായിരുന്നു. അതുപോലെ തന്നെ കയ്യിൽ എപ്പോഴും ഒരു സിഗരറ്റ് ഉണ്ടാവുമെന്നുള്ളതാണ്. സാഹിത്യവും അതേപോലെ തന്നെ തത്വചിന്തയും സംസ്കൃതവും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു അപൂർവ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അങ്ങനെ പങ്കെടുത്ത 2 എഞ്ചിനീയർമാരും ശരിക്കും പറഞ്ഞാൽ അതായത് ഇരുവരും സ്വഭാവത്തിൽ വിപരീതമായിരുന്നു എന്നുള്ളതാണ്. നിർവിപരീതമായിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷേ ചരിത്രം അവരെ ഒരേ ലക്ഷ്യത്തിനായിട്ട് ഒന്നിപ്പിച്ചു എന്നുള്ളതാണ്. ഗ്രോസ് പദ്ധതിയുടെ സൈനിക മേധാവിയായിട്ട് ചുമതലയേറ്റപ്പോൾ ശാസ്ത്രീയ ഡയറക്ടറായിട്ട് ഓപ്പൺഹൈമറെയാണ് തിരഞ്ഞെടുത്തത്. നോബൽ സമ്മാനം നേടിയിരുന്നില്ല എന്നുള്ളതാണ്. വലിയ ഭരണപരിചയം ഇല്ലായിരുന്നു എന്നുള്ളതും മറ്റൊരു കാരണമാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അസാധാരണമായിട്ടുള്ള ഭൗതിക ശേഷിയും വിവിധ ശാസ്ത്ര ശാഖകളെ ഒരുമിപ്പിക്കുവാനുള്ള കഴിവും ഗ്രോവ്സിനെ ആകർഷിച്ചു. ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത്. നമ്മുടെ ന്യൂ മെക്സിക്കോയിലെ ഉയർന്ന പീഠഭൂമിയായിട്ടുള്ള ലോസ് അലോമസ് അന്ന് ഒരു ചെറിയ സ്കൂളും അതേപോലെ തന്നെ ഏതാനും പെട്ടിക്കടകളും കെട്ടിടങ്ങളും മാത്രമുള്ള പ്രദേശമായിരുന്നു. അല്പമാസങ്ങൾക്കകം തന്നെ അത് ലോകത്തിലെ ഏറ്റവും രഹസ്യമായ നഗരമായി മാറി എന്നുള്ളതാണ്. ചുറ്റും സൈനിക കാവല്, പ്രവേശനത്തിന് പ്രത്യേക അനുമതി വേണം. അതേപോലെ തന്നെ ഭൂപടങ്ങളിൽ പോലും വ്യക്തമായിട്ട് രേഖപ്പെടുത്താത്ത സ്ഥലം എന്നാണ് അത്. അങ്ങനെയായിരുന്നു ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശാസ്ത്രജ്ഞരിൽ പലർക്കും തങ്ങൾ കൃത്യമായിട്ട് എന്താണ് നിർമ്മിക്കുന്നതെന്ന് ആദ്യകാലത്ത് പോലും അറിയില്ലായിരുന്നു.
ഓരോ സംഘത്തിനും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രം കൈമാറുന്ന രീതിയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ, അതായത് ഇത്രയും അധികം അസാമാന്യമായിട്ടുള്ള ശാസ്ത്രജ്ഞർ ഒരേ പദ്ധതിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വിരളമാണ് എന്നുള്ളതാണ്. യൂറോപ്പിൽ നിന്ന് പലായനം ചെയ്ത ജൂതശാസ്ത്രജ്ഞർ, അതേപോലെ തന്നെ അമേരിക്കൻ സർവകലാശാലകളിലെ ഗവേഷകർ, അതേപോലെ തന്നെ രസതന്ത്രജ്ഞർ, ഗണിതശാസ്ത്രജ്ഞന്മാർ, ലോഹശാസ്ത്ര വിദഗ്ധർ, അവരെ കൂടാതെ തന്നെ നമ്മുടെ സ്ഫോടക വസ്തു വിദഗ്ധർ, അങ്ങനെ എല്ലാവരും ഒരു ലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിച്ചു. അവരിൽ പിന്നീട് നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആളുകളും ശാസ്ത്ര ചരിത്രത്തിലെ, അതായത് ഇതിഹാസങ്ങളായിട്ട് മാറിയവരും നിരവധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആണവ ബോംബ് നിർമ്മിക്കുക എന്നത് ഒരു സ്ഫോടക വസ്തു ഉണ്ടാക്കുന്നതിലും അനന്തമടങ്ങ് സങ്കീർണമായിട്ടുള്ള കാര്യമായിരുന്നു. ആദ്യം വേണ്ടത് ശുദ്ധമായിട്ടുള്ള വിഘടനശേഷിയുള്ള യുറേനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239 എന്നുള്ളതാണ്. പ്രകൃതിയിലെ യുറേനിയം 235 അത് വളരെ ചെറിയ അളവിൽ മാത്രമേ ലഭ്യമാകൂ. അതിനെ വേർതിരിച്ചെടുക്കാൻ ഓക്ക് റിഡ്ജിൽ സ്ഥാപിച്ചിട്ടുള്ള ഭീമൻ ഫാക്ടറികൾ അത് രാവും പകലും പ്രവർത്തിച്ചു. മറുവശത്ത് പ്ലൂട്ടോണിയം സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന ഒരു മൂലകവുമല്ല. ആണവ റിയാക്ടറുകളിൽ അത് സൃഷ്ടിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനായിട്ട് വാഷിങ്ടൺ സംസ്ഥാനത്തെ ഹാൻഫോർഡിൽ വമ്പൻ റിയാക്ടർ സമുച്ചയം സ്ഥാപിച്ചെടുത്തു. മാസങ്ങളോളം നടത്തിയ കണക്കുകൂട്ടലുകളും പരീക്ഷണങ്ങളും പരാജയങ്ങളും തിരുത്തലുകളും ഒടുവിൽ വിജയത്തിലേക്ക് നയിച്ചു. ഇതിനിടയിൽ യൂറോപ്പിലെ യുദ്ധം അവസാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. 1945 മെയ് മാസത്തിൽ ജർമ്മനി കീഴടങ്ങുകയും ചെയ്തു. മാത്രമല്ല, മാൻഹാട്ടൻ പ്രൊജക്റ്റ് ആരംഭിക്കാൻ കാരണമായ നാസി ഭീഷണി അപ്പോഴേക്കും ഇല്ലാതായിരുന്നു. പക്ഷെ പദ്ധതികൾ നിർത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ജപ്പാൻ അപ്പോഴും യുദ്ധത്തിലായിരുന്നു. അമേരിക്കൻ സൈന്യം വൻ കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാനിടയുള്ള ആക്രമണം ഒഴിവാക്കാൻ പുതിയ ആയുധം യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്നാണ് ഭരണകൂടം വിശ്വസിച്ചത്. 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോയിലെ മരുഭൂമിയിൽ ആ രാത്രി ഉറങ്ങാതിരുന്നവരായിരുന്നു അധികവും ആളുകൾ. ദിവസങ്ങളായിട്ട് കാത്തിരുന്ന പരീക്ഷണം കാലാവസ്ഥ കാരണം പലതവണ മാറ്റിവെച്ചിരുന്നു. ഇടിമിന്നലും മഴയും ശാസ്ത്രജ്ഞരുടെ നെഞ്ചെടുപ്പ് കൂട്ടി. ചെറിയൊരു പിഴവ് പോലും വർഷങ്ങളോളത്തെ അധ്വാനത്തെ ഇല്ലാതാക്കുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സമയം ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ മെല്ലെ മെച്ചപ്പെടാൻ തുടങ്ങി. രാവിലെ 5:30 കൂടിയിട്ട് പരീക്ഷണം നടത്താമെന്ന് തീരുമാനമാവുകയും ചെയ്തു. മരുഭൂമിയിലെ ഗ്രൗണ്ട് നീറോയിൽ നിന്ന് 10, 20, 30 കിലോമീറ്റർ അകലകളിലായിട്ട് നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. ശാസ്ത്രജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരും കറുത്ത വെൽഡിംഗ് ഗ്ലാസുകൾ അതായത് ധരിച്ച് ബങ്കറുകളിലും അതേപോലെ തന്നെ വാഹനങ്ങൾക്കുള്ളിലും നിലയുറപ്പിച്ചു. ചിലർ നിലത്ത് കമിഴ്ന്നു കിടന്നു, ചിലർ കണ്ണടച്ചിരുന്നു, ചിലർ ഉപകരണങ്ങളിലെ സൂചികൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ രാവിലെ 5 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 45 സെക്കൻഡ് കൗണ്ട് ഡൗൺ 0-ലെത്തി. ഒരു നിമിഷം പിന്നെ വല്ലാത്ത ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. മരുഭൂമിയുടെ നടുവിൽ സൂര്യനേക്കാൾ തീവ്രമായിട്ടുള്ള ഒരു പ്രകാശം പൊട്ടിപ്പുറപ്പെട്ടു. അത് കണ്ട ആളുകൾ പിന്നീട് പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും അത്തരമൊരു വെളിച്ചം കണ്ടിട്ടില്ല.